ആലോചിക്കട്ടെ എന്നല്ല, ഇനി എവിടെയും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. എത്ര പ്രൈവറ്റിലാടി നമ്മളിപ്പോ കയറി ഇറങ്ങുന്നേ? മര്യാദക്ക് ഗവൺമെന്റിൽ കിട്ടിയതായിരുന്നു. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ നമ്മൾ ഈ കിടന്ന് ഇറങ്ങുന്നേ. നല്ലപോലെ ഒന്നില്ലെങ്കിൽ നീ പൊക്കോ, ഞാൻ ഇനി ഇവിടുന്ന് എങ്ങുമില്ല. എന്റെ അച്ഛനും അമ്മ എന്നെ കൊല്ലും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇവിടുന്ന് പോവാണെങ്കിൽ വീട്ടിലിരുന്നാ മതി, പഠിക്കണ്ടെന്നാ പറഞ്ഞേ. വല്ലവന്റെ വീട്ടിലെ പാത്രം പോയി കഴുകാണ്ട് വരും. മാന്യം വരെയൊക്കെ പഠിക്കാം, അതാ നല്ലത്. വെറുതെ ഒരു പ്രശ്നത്തിനും പോണ്ട. ഞാൻ പറഞ്ഞില്ലേടി, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിൽ പോലാന്ന്. എന്നെ മാന്തിയ തിരിച്ചു ഞാൻ മാന്തും, അത്രേ ഉള്ളൂ. നീ അവിടെ നിന്ന് ചൊറിഞ്ഞു, ഞാൻ പോട്ടെ. ഇപ്പൊ ബെല്ലടിക്കും, വേണേ പോര്. ഇവരെന്താ മോഡൽസോ? അവര് മോഡൽസോ എന്തോ ആയിക്കോട്ടെ, നീയൊക്കെ എന്തിനാ അത് നോക്കാൻ നിൽക്കുന്നേ? ഡാ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടോട്ടെ. വെറുതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇവരെന്താ മോഡൽസ് ആണോ എന്നല്ല ഞാൻ ചോദിച്ചേ. നീ അതൊക്കെ എന്തിനാ നോക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചേ. അവനേതാ? അവനെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ആര്? ആ റൈറ്റ് സൈഡില്. അത് വെറുതെ നോക്കിയതാവും. നമ്മള് ന്യൂ അല്ലേ, കാണാതായപ്പോ ആരാ ജസ്റ്റ് നോക്കിയതായിരിക്കും. നീ ഇങ്ങോട്ട് പോരാന്ന് നോക്കണ്ടെന്ന്. ബട്ട് എനിക്ക് ഇഷ്ടമാവുന്നില്ല അവന്റെ നോട്ടം. ഒരുമാതിരി ക്രിമിനൽസിനെ നോക്കുന്ന പോലെ നോക്കുന്നു. നീ ഇങ്ങോട്ട് വന്ന് നീ എന്നതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നീ മറന്നോ? എന്തിനാണ് നീ അവരെ ഇങ്ങനെ നോക്കുന്നേ? നത്തിങ്. എന്നാ ഇങ്ങോട്ട് പോരും, ബെല്ലു പഠിക്കും. എന്തൊരു ബോറ് ക്ലാസ് ആണിത്. ഇയാളെന്താ ഈ പ്രസംഗം നിർത്താത്ത? എനിക്കറിഞ്ഞൂടടി, എനിക്കാണെങ്കിൽ തല വേദന ആയിട്ട് വയ്യ. ഈ വെള്ളം എപ്പോഴും അടിക്ക. എനിക്കറിയില്ല, ഇവിടെ ഇരിക്കല്ലാതെ വേറെ വഴിയില്ല. ബെല്ലടിച്ച്. എന്നാ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. നീ വരുന്നുണ്ടോ? ഇല്ലടി, നീ പോയി വാ. എനിക്ക് ഒരുപാട് നോട്ട്സ് ചെയ്താണ്ട്. നിനക്കുമില്ലേ? വേഗം പോരും. എന്നിട്ട് ഇത് നോട്ട്സ് ചെയ്താ ഞാൻ അതൊക്കെ ഒന്ന് എഴുതട്ടെ. നീ പോയിട്ട് വാ. ആ ശരി. ഇതാരാ? ഇയാള് ന്യൂ ജോയിൻ ആണോ? അതെ. കണ്ടിട്ട് ഒരു ഗൗരവക്കാരിയാന്ന് തോന്നുന്നു. ആണെങ്കിൽ ഇയാൾക്കെന്താ? ഞങ്ങൾക്ക് പലതും ഉണ്ടാവും, അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? എന്നെ പറ്റി ചോദിച്ചാ ഞാനല്ലാണ്ട് പിന്നെ ഇയാള് ഉത്തരം പറയണം. അതിനെന്തിനാ ഇയാള് ചൂടാവുന്നേ? പ്ലീസ് ഒന്ന് മാറണം, ഞാൻ പോവാ. പോവല്ലേ? ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടില്ലേ. നിന്നെ പോലുള്ള ഗേൾസിനോട് സംസാരിക്കാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പെൺപിള്ളേരുടെ ബാത്റൂമിലൂടെ വന്നിട്ടാണോ സംസാരിക്കുന്നത്? ഇവിടെ വന്ന് നിന്നാലല്ലേ നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പോണം, ഇവിടുന്ന് മാറ്. പോവല്ലേ? എൻ്റെ അടുത്തുനിന്ന് മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പറ്റൂലെങ്കിലോ? അവിടെ എന്തോ ബുള്ളിങ് നടക്കുന്നു. അത് മറ്റവളല്ലേ? അവളുടെ കൈ കയറി പിടിച്ചാൽ വാ, നമുക്ക് തീരുമാനമാക്കാം. വാട്ട്? ഷീസ് വെരി ബോൾഡ്. നമ്മളുടെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അവിടെ നോക്കിക്കോളൂ. ഗൈസ്, ഗേൾസിന്റെ ബാത്റൂമിലൂടെ തല്ല്. ഇവിടെ വന്ന ന്യൂ ജോയിൻ അല്ലേ, അവളാണ്. എന്നാ പോടാ, അവളുടെ അടി കാണുന്ന പോര്. ഇപ്പൊ കയ്യും. ഈ പെണ്ണിനെ കൂടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റതായാലോ. നിങ്ങളോട് മാറാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റൂല. മനുഷ്യന് മടുത്ത് സ്കൂള് കയറി ഇറങ്ങിയിട്ടു. മനുഷ്യനെ നല്ലപോലെ ജീവിക്കണ്ട ഇവിടെ. ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റൂല. പ്രിൻസിപ്പൽ ഗേൾസ് ടോയ്ലറ്റിന്റെ അവിടെ തല്ല്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അവിടെ എല്ലാത്തിനെ പല്ല് അടിച്ചു കൊഴിച്ചിട്ടുണ്ട്. അവിടെ എന്താ നടന്നതെന്ന് സാറിന് അറിയോ? അതെന്താ ചോദിക്കാത്ത? എങ്ങനെ വന്നാലും ഫൈറ്റ് ചെയ്തവർക്കായിരിക്കും കുറ്റം. ആദ്യം എന്താണ് അവിടെ നടന്നത് റീസൺ ചോദിക്ക്, എന്നിട്ട് ഇവിടെ വെറുതെ അലച്ചാ മതി. ഒരു പ്രിൻസിപ്പലിനോട് ഇങ്ങനെയാണോ ചോദിക്കണ്ടേ? റീസൺ അറിയാത്ത സ്റ്റുഡൻസിനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണ്ടേ?
സർ അവിടെ CCTV ഇല്ലേ? അവിടെ എന്താ നടന്നതെന്ന് ഇതിൽ നോക്കിയിട്ട് ചീത്ത പറഞ്ഞാ പോരെ? ഓ CCTV ഉണ്ട്. എന്നിട്ടാണ് ഗേൾസിന്റെ ടോയ്ലറ്റിന്റെ ഭാഗത്ത് അവർ നിൽക്കുന്ന പോലും നിങ്ങൾ അറിയാത്ത അല്ലേ? അല്ല അറിയാത്തതാണോ അതോ വലിയ ഏതോ പുള്ളിയുടെ മക്കളാണോ? അതുകൊണ്ടാണോ? സാറാ ചെക്ക് ദ CCTV ഫുട്ടേജ്. ഓക്കെ സാർ. അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നിങ്ങൾ നടന്നു പോകുമ്പോൾ അവരാണ് ഓരോന്നിവിടെ ചെയ്തത്. നിങ്ങളെ കൈക്കരി പിടിച്ചുകൊണ്ടാണ് ഇവളവരെ അടിച്ചത്. ഓക്കെ, അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. പിന്നെ നിന്നോട് ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവര് പലതും ചെയ്യും, കാരണം ഒരു വോയിസാ, അവരെ പിടിച്ചേക്കാൻ പറ്റൂല. അതെന്താ നിങ്ങൾ ബോയ്സിനെ പറ്റി ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അത് അങ്ങനെയാണ്. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സെയിം ഫ്രീഡം തന്നെ തരണം. ഞങ്ങളും ടീനേജാണ്, അവരുടെ സ്വഭാവം പോലെ തന്നെയാണ് ഞങ്ങൾക്കും. ഞങ്ങൾക്കിവിടെ ഇക്വാലിറ്റി വേണം, അതിനുള്ള ഫ്രീഡം വേണം. അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പാടില്ല. അല്ലാതെ ഞങ്ങൾ താഴെ നിൽക്കണം അവർ പൊന്തി നിൽക്കണം എന്നൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നീ പോ, ക്ലാസ്സിൽ പൊക്കോ. നീ എന്താ മെയിൻ ചെയ്യാതിരിക്കുന്ന? ഒന്നുമില്ല. നീ എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലേ? എന്ത് മനസ്സിലാക്കുന്നില്ലാന്ന്? ഞാനും നിന്റെ കൂടെ ഒരുപാട് ഫൈറ്റിന് നിന്നിട്ടുള്ളതാ. ഇത് പോകുന്നിടത്ത് എല്ലായിടത്തും പ്രശ്നം. എത്രാമതാന്നറിയോ നമ്മൾ സ്കൂൾ മാറി മാറി കളിക്കുന്നത്? എന്താ ഇത്? നീ ഇത് വെറും തമാശയായിട്ടാണോ കാണുന്നേ? എന്നെ ഞാൻ അങ്ങനെയല്ല. നിന്നോട് ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞു തന്നതാ. പൊട്ടത്തിയാണോ അതോ നീ പൊട്ടത്തിയായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ നിന്റെ കൂടെ ഒരുപാട് ഫൈറ്റ്സിന് നിന്നിട്ടുള്ളതാ. നീ കുറച്ച് ഓവറായിപ്പോ. അതെ, ഞാനും ഒക്കത്തിനും കാരണം. എല്ലാം ഉണ്ടാക്കിയത് ഞാനാ. വഴിക്കൂടി പോണ എൻ്റെ കൈ കയറി പിടിച്ച ഞാൻ തല്ലിയത് എൻ്റെ തെറ്റാ. മാറാൻ പറഞ്ഞിട്ടും മാറാതെ ആള് ദേഹത്തേക്ക് വരുമ്പോൾ മാറാൻ പറഞ്ഞിട്ടും മാറാഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തതും എൻ്റെ തെറ്റാ. ഒക്കെ എൻ്റെ തെറ്റാ. ശരി, ഞാൻ വിചാരിച്ചു ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നീ എന്നെ മനസ്സിലാക്കുക. എനിക്ക് എന്ത് ചെയ്യാം എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നിന്റെ അടുത്ത് വെച്ചു. അത് ഞാൻ ചെയ്ത് തെറ്റി. ഇപ്പം മനസ്സിലായി, നമ്മളെന്നും മനസ്സിലാക്കുമെന്ന് വിചാരിച്ചവർ നമ്മളെന്നും മനസ്സിലാക്കൂലെന്ന്. ഒരു കാലം അവർ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടെ ഒപ്പം നിന്നിട്ട് എന്നും കാലം നമ്മളുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. ആരായാലും എന്നായാലും അവർ പോവും ഒരു ദിവസം. നമ്മളെ വെറുത്തിട്ട്. എടി അങ്ങനെയല്ലടി, നിനക്ക് തന്നെ അറിയുന്നല്ലേ നമ്മള് എത്ര സ്കൂളുകളെ കയറി ഇറങ്ങിയെന്ന്. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടാച്ചിട്ട് പറഞ്ഞതാ. എനിക്കറിയാം നീ ഒരു റീസൺ അല്ലാണ്ട് ഒന്നിനും നിൽക്കില്ലാന്ന്. നമ്മളായിട്ടൊന്നിനും പോകണ്ടാച്ചിട്ട് പറഞ്ഞതാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ ഓരോ സ്കൂൾ കയറി ഇറങ്ങുമ്പോ ഞാനും നിന്റെ കൂടെ ഇറങ്ങി വരൂടി. നീ പോണേ കൊടുക്കും, ഞാൻ നിന്റെ കൂടെ വരുന്നില്ലടി. ഞാനൊരുപാട് ഫൈറ്റ്സിന് നിന്നിട്ടുള്ള തന്നെ. അതിനൊക്കെ നീ എൻ്റെ ഒപ്പം ഉണ്ടാവും. അതിനുള്ള റീസൺസ് ഉണ്ടായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുള്ളൂ. അതൊക്കെ എനിക്കറിയാം. സോറിടി. എൻ്റെ വീട്ടുകാർ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനൊരിതിൽ നിന്നോട് പറഞ്ഞതാടി. സത്യം പറഞ്ഞ നീ മനസ്സിലാക്കിയ പോലെ എൻ്റെ വീട്ടുകാർ പോലെ തന്നെ മനസ്സിലാക്കിയിട്ടില്ലടി. സത്യത്തിലൊരു പെണ്ണ് തന്നെയാണ് അവള്. അതെ, ഗേൾസൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവനല്ലായിരുന്ന അവരെ കണ്ടിട്ട് പറ്റാതെ ഓരോന്ന് പറഞ്ഞിരുന്നേ. സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആ ഫൈറ്റ് ചെയ്തില്ലേ അവളെനിക്ക് കണ്ടപ്പോഴേ ക്രഷ് അടിച്ച്. വാട്ട്? നീ എല്ലാടെ പറഞ്ഞ് അവരെ കണ്ടപ്പോൾ അവർ തിരിച്ചതാണ് മറിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇപ്പം എനിക്ക് ഇഷ്ടമോ? സീരിയസ് ആയിട്ട് പറയാം, എനിക്കവളെ വേണം, എനിക്കവളെ വേണം, എനിക്കവളെ വേണം, എനിക്കവളെ വേണം. എനിക്ക് തോന്നുന്നില്ല നിനക്കവളെ കിട്ടുമെന്ന്. കാരണം അവിടെ എന്താ ഉണ്ടായെന്ന് നീ കണ്ടതല്ലേ. അതേ അവസ്ഥ നിനക്കും വരണോ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കവരുടെ കൂടെയുള്ള മാറ്റവളങ്ങ് ഇഷ്ടപ്പെട്ട് വന്നപ്പോളെ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ,
എനിക്ക് തോന്നുന്നു അവര് നിങ്ങളെ പല്ലടിച്ച് കൊഴിക്കുന്നു. എനിക്കും ആ സെയിം കാര്യമാണ് തോന്നുന്നത്. നിങ്ങളെ പല്ലടിച്ച് കൊഴിക്കും മിക്കവാറും. അവിടെ പന്നിയാളെ നെഗറ്റീവ് അടിക്കല്ലേ, നമ്മൾ സെറ്റാവും അല്ലേ? യെസ് ഓഫ് കോഴ്സ്, അതിലൊരു മാറ്റവും ഇല്ല. ഇടപാടാ, നമുക്ക് അവരെ പോയി വളക്കാം. കമോ, ജീവനോട് അങ്ങോട്ട് കണ്ടാൽ മതിയായിരുന്നു. എടാ, അവരത് ലൈബ്രറിയിലോട്ട് പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഓക്കെ. എടാ, ഈ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ അവർ ബുക്ക് എടുക്കാൻ വേണ്ടി പൊന്തുന്നു, അവർ വീഴുന്നു, നമ്മൾ പിടിക്കുന്നു, എന്നിട്ട് ഐ കോണ്ടാക്ട്, എന്നിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ആവുന്നു. ഐഡിയ. ഇല്ലെങ്കിൽ അവർ ബുക്ക് എടുക്കാൻ വേണ്ടി പൊന്തുന്നു, നമ്മൾ ആ ബുക്ക് എടുത്ത് കൊടുക്കുന്നു. ഐഡിയ. എന്നിട്ട് ഐ കോണ്ടാക്ട്, എന്നിട്ട് നമ്മൾ സെറ്റ് ആവുന്നു. എടി, ഞാൻ അവിടെ പോയി നോക്കട്ടെ. അടി ശരി. എടാ, എൻ്റെ ആളത് അവിടെ, ഞാൻ അങ്ങോട്ട് പോയേ, നീ അത് മറ്റേടത്ത് പൊക്കോ. ഞാൻ പോവാ. ചേട്ടാ, ഈ ബുക്കൊന്ന് അങ്ങോട്ട് വെക്കോ. എന്നെ ഇറക്ക്. ഞാൻ പോവാ. താങ്ക്സ്. തള്ളു 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 തള്ളു. ഞാൻ എടി, എനിക്ക് സത്യത്തില് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. എനിക്കും തോന്നിയില്ലടി. എനിക്ക് എന്തൊക്കെ പോലായി. ദേഷ്യപ്പെടാൻ തോന്നിയില്ല എനിക്കും. അതെന്താ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്? ഐ തിങ്ക് എനിക്ക് അവനെ ഇഷ്ടം തോന്നുന്നുണ്ട്. അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒറ്റ കാഴ്ചയില ഇഷ്ടപ്പെടാന്നൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഉറപ്പായി എനിക്ക് അവനെ ഇഷ്ടാ. ഞാൻ വിറക്കായിരുന്നു. അങ്ങനെ സാധാരണ ചില ബോയ്സ് ഇങ്ങനെ വരുമ്പോ ഒന്നങ്ങ് കൊടുക്കല. പക്ഷെ എനിക്കെന്തോ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. എടി, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ അപ്പൊ തന്നെ പോയി പ്രൊപ്പോസ് ചെയ്താൽ പോരെ? റിജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇതിങ്ങനെ മനസ്സിലായിട്ട് നടക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. പിന്നീട് ഒരു ദിവസം ആൾക്ക് വേറെ ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കിടന്ന് കരയണ്ടേ? അതുകൊണ്ട് നമുക്ക് പോയി പ്രൊപ്പോസ് ചെയ്യാം. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. എന്താ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം അത് തന്നെ, അങ്ങനെ തന്നെ ചെയ്യാം. അതാ നല്ലത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ അങ്ങ് ട്രൂ ആയിട്ടില്ല, ചെറുതായിട്ട് ഇഷ്ടമുള്ളൂ. അപ്പോ അവർ നമ്മൾ റിജക്റ്റ് ആക്കുകയാണെങ്കിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വൺ സൈഡായിട്ട് സ്നേഹിച്ച് അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോയി പറയാം. അത് തന്നെ. എടാ, അതവരാണ്ട് ഇങ്ങോട്ട് വരുന്നു. നേരത്തെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇന്ന് നിങ്ങളെ പല്ലും ചെറി ഒന്നാവും ഉറപ്പാ. അവരെന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ? നമ്മളെ ചെയ്തതിന് ദേഷ്യത്തിനാണെങ്കിൽ അപ്പൊ തന്നെ അവര് തരേണ്ടതല്ലേ? ഇപ്പൊ എന്തിനാ വരുന്നേ? അയ്യോ അമ്മേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരും. എന്തിന്? അത് ഒന്ന് വരികയാണെങ്കിൽ ഒരു കാര്യം പറയാൻ ആയിരുന്നു. വരാം. എന്താ വിളിച്ചേ?
അത് ഇയാൾ എൻ്റെ കൂടെ വരും. ഇവര് തമ്മിൽ സംസാരിച്ചോട്ടെ. ആ വരാം. എന്താ വിളിച്ചേ? അത് ഐ ലവ് യു. എന്താ എന്നെ ഇഷ്ടല്ലേ? ആണ്, എനിക്കുള്ള ഇഷ്ടാ. ഞാൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്രഷ് അടിച്ചതാ. നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ലൈബ്രറിയിലോട്ട് വന്ന് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ആയത്. സീരിയസ്ലി? സത്യം പറഞ്ഞ എനിക്കിങ്ങനെ ആരോടും ഫസ്റ്റ് മീറ്റിൽ തന്നെ ക്രഷ് അടിച്ചിട്ടില്ല. എന്നെ ഒരുപാട് പേര് പിന്നാലെ വന്നിട്ട് 1 മാസം 2 മാസമൊക്കെ പിന്നാലെ വന്നിട്ടുണ്ട്. എനിക്കെന്തോ ആരൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്തോ ഇയാളെ ഫസ്റ്റ് മീറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇയാളങ്ങ് ബോധിച്ചു. ആയിടണോ എന്താ കാരണമൊന്നും. ഞാൻ വിചാരിച്ചു ഇയാളെന്നെ റിജക്റ്റ് ചെയ്യുമെന്ന്. റിജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായതാ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഒന്നും ആലോചിക്കാതെ ഇന്നേനെ പ്രപ്പോസ് ചെയ്യാൻ വന്നത് ഇയാൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോന്ന് അറിയാൻ കൂടിയായിരുന്നു. വൺ സൈഡായിട്ട് ഒരുപാട് കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇയാൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇയാളോട് വന്ന് പറയാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാതെ വന്ന് പറഞ്ഞത്. നിന്നെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്ന ആലോചിച്ച് നടക്കുമായിരുന്നു. എന്തായാലും നീയായിട്ട് വന്നല്ലോ. പിന്നെ മറ്റോൾക്കും അവനെ ഇഷ്ടമായിട്ടുണ്ടോ? അവനക്ക് അവളെ ഇഷ്ടമായതാ. ഞങ്ങൾക്ക് രണ്ടുപേരും നിങ്ങളെ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വന്നതന്നെയാ. അങ്ങനെ ക്രിയേറ്റ് ആക്കി എടുത്ത സംഭവമാണ് ഞങ്ങൾ നേരത്തെ. അതെ, അവൾക്ക് അവനെ ഇഷ്ടാ. അത് പറയാൻ വേണ്ടിട്ടാ അങ്ങോട്ട് അവളവനെ വിളിച്ചോണ്ടായിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ഇട്ട തന്നെ. ഞാൻ പറഞ്ഞില്ലേ, വൺ സൈഡായിട്ട് സ്നേഹിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞ പിന്നെ സഹിക്കാൻ പറ്റാത്ത. അതുപോലെ അവണ്ടാച്ചിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ വന്ന് പറഞ്ഞതാ. അവനക്ക് അവളെ ഇഷ്ടം തന്നെയല്ലേ, അപ്പൊ അവരെന്തായാലും സെറ്റ് ആവുമല്ലോ അല്ലേ? അതുറപ്പാ, അവനെന്തായാലും സെറ്റാവും. പിന്നെ പേരൊന്നും ചോദിച്ചില്ല. എന്താ പേര്? എന്തിനാ വിളിച്ചേ? അത് ഐ ലവ് യു. ഐ ലവ് യു ടു. സീരിയസ്ലി നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അതെ, എനിക്ക് നിന്നെ ഇഷ്ടാ. നിനക്ക് എന്നെ ഇഷ്ടാണോ? അതെ. അങ്ങനെ അവസാനം ഞങ്ങളങ്ങ് സെറ്റായി. സീരിയസ്ലി സ്റ്റോറിയൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ നിങ്ങളങ്ങ് സെറ്റ് ആയല്ലേ? അപ്പൊ ചേച്ചിയുടെ വീട്ടില് സീനൊന്നും ഇല്ലായിരുന്നോ? ചേച്ചിയുടെ വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? മാരേജ് ഒക്കെ കഴിഞ്ഞതാണോ നിങ്ങളത്? ആ, മാരേജ് ഒക്കെ കഴിഞ്ഞ്. പക്ഷെ ഇവളെ വീട്ടിൽ വലിയ താല്പര്യമില്ല. പിന്നെ ഒന്നാമത്തത് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. ആ പേരിൽ അവർക്ക് വേണ്ട, ഈ ബന്ധം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നമായിരുന്നു. പിന്നെ എന്ത് ചെയ്തിട്ടും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ അങ്ങ് ഇറക്കിക്കൊണ്ട് വന്ന്. ജിമ്മിൻ്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. വീട്ടിൽ സമ്മതിച്ചില്ല. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവനെ ഇറക്കിക്കൊണ്ട് പോന്നു. പിന്നെ ഞങ്ങൾ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ഒരുപാട് സ്ഥലം എടുത്ത് അങ്ങനെ ഇതപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പറയുമ്പോൾ അങ്ങനെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ജീവിതമൊക്കെ ഹാപ്പി ആയി വന്ന് ഇരിക്കുമ്പോഴാണ് എനിക്കെൻ്റെ അനിയത്തിയെ കാണാൻ പറ്റിയത്. അന്ന് ആ ജിന്ന് ബസ് സ്റ്റോപ്പ് പോയി നിന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നമ്മൾ അറിയത്തുമില്ല. നിങ്ങൾ പാട്ടിന് നടക്കും, ഞങ്ങൾ പാട്ടിന് നടന്നിരുന്നു. കണ്ടത് നന്നായി. അതെ, ഇങ്ങനെയൊക്കെ നടക്കുന്നു മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ കഴിഞ്ഞു പോയ കഥകൾ. ഇപ്പൊ അടിപൊളിയായില്ലേ? സത്യം പറഞ്ഞാ ഞാനിപ്പോ ഡബിൾ ഹാപ്പിയാണ്. ഞാനും ഡബിൾ ഹാപ്പിയാണ്. നീ ഡബിൾ ഹാപ്പി ആവല്ലോ. പിന്നെ നിങ്ങക്ക് നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഇല്ല. എന്നാ നമുക്ക് നാളെ ബീച്ചിൽ പോവാം. പോവാലോ. കൊറേ ആയി ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട്.